ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു BR റാങ്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിൽവർ 2 ആണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഒരാൾ ചോദിച്ച് എപ്പോൾ ഇടുമെന്നൊക്കെ, അങ്ങനെ ഞാൻ ഇടുവാണ് ഇപ്പോൾ. എന്തായാലും നമ്മൾ BR ആണ് കളിക്കുന്നത്. BR റാങ്ക് മാച്ച് നമ്മൾ കളി തോക്കുകയോ ജയിക്കുകയോ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ ഇരുന്ന് കാണും. ഇനിയും എന്തായാലും ഇങ്ങനത്തെ വീഡിയോ വരും. നമ്മൾ മാക്സിമം ഹീറോയ്ക്ക് അടിക്കാനാണ് നോക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ സിൽവർ 2 ആണ്. ഇനി കുറച്ചും കൂടി ആയ സിൽവർ 3, അത് വരുമ്പോൾ ഗോൾഡ്, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ 30 എപ്പിസോഡാണ് മൊത്തത്തിലുള്ള. അപ്പോൾ എന്തായാലും എന്താ പറയുക, അപ്പോൾ എന്തായാലും ലാസ്റ്റിൽ എന്ന് വെച്ചാൽ 30ാമത്തെ എപ്പിസോഡ് എന്തായാലും നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ എങ്ങനെ ലൈവ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, യൂട്യൂബിൽ നോക്കണം ഗൈസ്. യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ലൈവ് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഇടാം. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു ഷോർട്സ് ഒക്കെ കൊണ്ടുപോയാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന ഇത് വരുന്നുണ്ടെന്നൊക്കെ. അപ്പം എന്തായാലും ഇക്കളി എന്തായാലും ഞാൻ നൈസിന് ചത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഭൂയൊന്നും അടിക്കുന്നില്ല. എന്നാലും നമുക്ക് ഇച്ചിരി ഒന്നും സ്കോർ കിട്ടുന്നു. ഒരു 67 എങ്ങാണ്ടോ നമുക്ക് സ്കോർ കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പം പ്ലെയിനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ചാടുന്നുണ്ട്. എന്തായാലും ക്ലോക്ക് ടവറിലൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല, കാണാതെ സീനാണ്. ക്ലോക്ക് ടവറിൽ ഇറങ്ങിയാൽ ഭയങ്കര പണി കിട്ടും. നമുക്ക് ബിമസ്കി ട്രിപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബിമസ്കി ട്രിപ്പൊന്നും ഇപ്പോൾ പഴയ ബിമസ്കി ട്രിപ്പേ അല്ല കേസ്. പണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ബിമസ്കി ട്രിപ്പിലായിരുന്നു കേസ് ഇറങ്ങുന്നത്. ഇപ്പം ആരും അങ്ങനെ ഇറങ്ങുന്നില്ല. ബിമസ്കി ട്രിപ്പ് ഇറങ്ങി പതുക്കെ പതുക്കെ പീക്കിൽ പോയി അവിടുന്ന് കളിക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. എന്തായാലും നമ്മളെന്തായാലും നമ്മുടെ ഈ പാരഷൂട്ടിൻ്റെ സ്കിന്ന് കണ്ടോ, നമ്മളിങ്ങനെ ലെവൽ ഒത്തിരി ആയപ്പോൾ കിട്ടിയതാണ്. നമ്മൾ ലെവലൊന്നുമില്ല, 14 ഉള്ളൂ ലെവൽ 14 ഉള്ളൂ. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. ലെവൽ 14, അത് കുഴപ്പമില്ല. എന്തായാലും ലെവൽ 14 എന്ന് പറയാൻ ലെവൽ 14 ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഇക്കളി കഴിയുമ്പോൾ നമ്മൾ ലെവൽ 15 ആകും. എന്തായാലും നമുക്ക് ചാടി അങ്ങോട്ട് പോവാം. സീനാണ് ഗൈസ്, സീൻ. നമ്മളെന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബിമസ്കി ട്രിപ്പ് കുറച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ സിൽവർ ആയതുകൊണ്ട് കുറച്ച് ഒറിജിനൽ പ്ലേയേഴ്സ് വരുന്നുണ്ട്. മറ്റേത് ഫുള്ളും ബോട്ടുകളാണ്. ഇപ്പോൾ എന്തായാലും കുറച്ച് ഒറിജിനൽ പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഓക്കേ അതുകൊണ്ട് ഗൈസ് ഒരു അടി വരുന്നു. അവിടെ ഏതോ ഒരുത്തൻ നിപ്പുണ്ടായിരുന്നു ഗൈസ്, അതാണ്ട് വരുന്നവൻ ഗൈസ്. ഏതോ ഒരുത്തൻ അവിടെ നിപ്പുണ്ട്, ഒരു കാട്ടുവാഴ. ഏതവനാണോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് നൈസിന് ഇന്ന് ബെഡടിക്കാം ഗൈസ്, നൈസിന് ബെഡടിക്കാം. എനിക്ക് അവൻ മിക്കവാറും റൈറ്റ് സൈഡിൽ കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് അപ്പത്തേക്കിന് ലെഫ്റ്റ് സൈഡിൽ കൂടി പോവുക. അവൻ റൈറ്റിൽ കൂടി വരുമ്പോൾ അവൻ വന്ന്, ഇനി അവൻ ലെഫ്റ്റിൽ കൂടി വരുമ്പോൾ നമുക്ക് റൈറ്റിൽ കൂടി വന്ന് ഗൈസ് വെട്ടിക്കൊന്നു ഗൈസ്, വെട്ടി തുണ്ടമാക്കി 236 ഹെഡ് കൊടുത്തു വെട്ടി തുണ്ടമാക്കി ഗൈസ്. നമ്മൾ എന്തായാലും ഓഗ് ലെവൽ 1 ആക്കി ഗൈസ്. ഗ്ലൂ വാൾ നമ്മളിപ്പോൾ സിറ്റപ്പ് ഗ്ലൂ വാളൊക്കെ അടിക്കാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നൈസിന് ഇവിടുന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പതുക്കെ ബിമസ്കി ട്രിപ്പിൽ നിന്ന് മാറി പീക്കിലോട്ട് നമുക്ക് വെച്ച് പിടിക്കാൻ നോക്കാം ഗൈസ്. എന്തായാലും വലിയ വീഡിയോ ഒന്നുമല്ല, 6 മിനിറ്റ് 45 സെക്കൻഡ് ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് കുറേ ആമോ ഒപ്പിക്കണം, കാരണം നമ്മൾ ഓഗെന്ന് പറയുന്ന തോക്കിന് ആമോ ഒന്നുമില്ല. എന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാം എന്തൊക്കെ എപ്പൊക്കെ വരുമെന്ന്. പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഇടയ്ക്കൊന്നും എന്തുവാ വരാൻ പോകുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് അടുത്ത് ഇതാ വരാൻ പോകുന്നത്, ഇന്നതാ വരാൻ പോകുന്നത് നമുക്ക് പറയാൻ ഒക്കും. എന്തായാലും നമ്മൾ 1 കില്ലൊക്കെ എടുത്തിട്ടുള്ളൂ. മറ്റേ തുടക്കട്ടി വെട്ടിക്കൊന്ന ആ കില്ല് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്തായാലും കളി പെട്ടെന്ന് നമ്മൾ ചാകും ഗൈസ്. ഇവിടെ പിന്നെ എന്തോ ഒരു ഫോറസ്കോപ്പ് ഉള്ളൊരു തോക്കുണ്ട് ഗൈസ്. ഇതേത് തോക്കാ? ഫോറസ്കോപ്പ് ഉള്ളൊരു തോക്കാ ഗൈസ്, എനിക്കതറിയാം. എനിക്കറിയാം അത് ഫോറസ്കോപ്പ് ഉള്ള തോക്കാണ്. നമ്മൾ നൈസ് ഇവിടെ ഡ്രോണൊക്കെ കിടപ്പുണ്ട്. ഡ്രോണ് ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ സിറ്റപ്പ് ഗ്ലൂ വാൾ എങ്ങനെ അടിക്കുന്നതെന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നൈസിനൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സിറ്റപ്പ് ഗ്ലൂ വാൾ ഇക്കളി നമ്മൾ സിറ്റപ്പ് ഗ്ലൂ വാൾ അങ്ങനെ അടിക്കുന്നില്ല. എന്നാലും അടുത്ത കളിയൊക്കെ ഞാൻ സിറ്റപ്പ് ഗ്ലൂ വാൾ എങ്ങനെ അടിക്കുന്നതെന്ന് കാണിക്കാം. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഞാൻ സിറ്റപ്പ് ഗ്ലൂ വാൾ നല്ലപോലെ അടിച്ച് കാണിക്കാം. അന്നേരം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് എങ്ങനെ കയറ്റാനും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. എന്തായാലും നമ്മളിപ്പോൾ പീക്കിലോട്ടാണ് പോകുന്നത്. എന്തായാലും
ഇനിയും ഫ്രീ ഫയറിൻ്റെ BR റാങ്ക് മാച്ച് പുഷ് ചെയ്യുന്ന സീരീസിൻ്റെ 1ാമത്തെ എപ്പിസോഡാണ് ഗൈസ്. ഒരു തുടക്കം മാത്രം. ഇപ്പം നമ്മൾ എന്തായാലും ഇച്ചിരി ന്യൂബാണ് ഗൈസ്. ഇച്ചിരി ഒന്നും അല്ല, ഒത്തിരി ന്യൂബാണ് ഗൈസ്. നമ്മൾ ഇച്ചിരി ഒന്നും അല്ല, ഒരു ന്യൂബാണ്. കാരണം നിങ്ങൾ നോക്കുക ഗൈസ് ഞാൻ എങ്ങനെ ചാവുന്നതെന്ന്. അല്ല, ഞാൻ ചാവുന്നതിനും വലിയ കുഴപ്പം എനിക്ക് തോന്നില്ല. കാരണം അത് അവൻ ഗ്ലൂ വാളിൻ്റെ അകത്ത് കൂടെ എന്താണ്ട് ബോംബൊക്കെ ഇട്ട് നമ്മളെ കൊന്നെയാണ്. നിങ്ങൾ ലാസ്റ്റ് വരെ നോക്ക്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുവാ പറയുന്നത്. നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടാൽ മതി ഈ വീഡിയോ. അപ്പോൾ എന്തായാലും 5:36 ഗൈസ്. അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടവരാണെങ്കിൽ നൈസിന് ഗ്രനേഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ ചാവുന്നത് ഗ്രനേഡ് വരെയാണ്. എന്തായാലും നിങ്ങൾ ഗ്രനേഡ് എന്നൊന്ന് ടൈപ്പ് കമൻറ്റ് ചെയ്തിടുക ഗൈസ്, ഇതുവരെ കണ്ടവരാണെങ്കിൽ. എന്തായാലും മാക്സിമം ഗൈസ് ഞാൻ പറയാം, മാക്സിമം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്കും സബും ചെയ്യുക ഗൈസ്. മാക്സിമം പ്ലീസ് ഗൈസ്, ഒന്ന് ലൈക്കും സബും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്യും. ചിലരുണ്ട് വീഡിയോ കണ്ടിട്ട് ലൈക്കും സബും ഒന്നും ചെയ്യാതെ അങ്ങ് പോകും ഗൈസ്. നിങ്ങൾ അത്ര നേരം വീഡിയോ കാണുന്നതല്ലേ, ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്യുക ഗൈസ്. ഗൈസ് ഞാനും ഒരു മണ്ടത്തരം, ഞാനിത് ഇവിടെ കിടക്കുന്ന ഒരു ടൂൾ കിറ്റും കണ്ടുകൊണ്ടതാണ്ട് ഇതെടുക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. അവൻ ഡാമേജ് വന്ന് ഞാൻ ഗ്ലൂ വാളിട്ട്, എന്നിട്ട് ഗൈസ് ഞാൻ സൂപ്പർ മെഡ് അടിക്കാൻ പോവായിരുന്നു. സൂപ്പർ മെഡ് അടിച്ചിങ്ങനെ എണ്ണിച്ചിരിക്കുമോ, തീരാറായപ്പോഴത്തേക്കിനെ അവൻ ഗൈസ് എന്താണ് ഗ്രാനേഡ് ഇട്ട് നമ്മളെ കൊന്ന്. എന്തായാലും കുഴപ്പമില്ല, ദരിദ്ര അന്ത്യമായി. ഇപ്പോൾ എന്തായാലും നമ്മൾ സിൽവർ 2, ഇനി ഒരു കുറച്ച് പോയിൻറ്റ്സും കൂടി മതി നമുക്ക് സിൽവർ 3 ആവാൻ. എന്തായാലും കളി വൈൻഡപ്പ് അടിക്കാറായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.